നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ട്. ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗോൾ സെറ്റിംഗ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ട് പല ആളുകളും ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആളുകളെ ഗോൾ സെറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഗോൾ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം പറയണം. എനിക്ക് വലിയൊരു വീട് വെക്കണം, അതെൻ്റെ ഒരു ഗോൾ സെറ്റാണ് എന്ന് പറയുന്ന ആളുകളെ കാണാം. എനിക്ക് വലിയൊരു വാഹനം വാങ്ങിക്കണം എന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റായിട്ട് പറയുന്നുണ്ടാവും. എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ വിദേശ ടൂറ് നടത്തണം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബിസിനസ്സിൽ എനിക്ക് ഒരുപാട് ഉയർന്ന ഏറ്റവും വലിയ കമ്പനിയെ മാറണം എന്ന് ഗോൾ സെറ്റ് ചെയ്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഈ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ഗോളാണ്. ഇങ്ങനെയാണോ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. സ്മാർട്ട് എന്ന് പറയുന്ന സ്ട്രാറ്റജി, SMART. ഈ സ്മാർട്ട് എന്ന സ്ട്രാറ്റജി നമ്മൾ എന്ത് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും ഇതുകൂടി വെച്ച് നോക്കിയിട്ട് ഇത് വെച്ച് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഗോളിലേക്ക് പോകാൻ. എസ് എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ് എസ് എന്ന് പറയുന്നത്. സ്പെസിഫിക്, അതായത് നമ്മൾ പറയുന്ന കാര്യം സ്പെസിഫിക് ആണോ? എന്ത് കാര്യം? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വലിയൊരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് അല്ല. എത്ര സൈസുള്ള വീട്, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ് വേണ്ടത് എന്ന് നമ്മൾ പറയുന്നില്ല. എനിക്ക് വലിയൊരു വണ്ടി വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ഏത് വാഹനമാണ്, ഏതാണ് ആ വലിയ വണ്ടി എന്ന് നമ്മൾ സ്പെസിഫിക് അല്ല. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ കമ്പനിയെ മാറണം എന്ന് പറയുമ്പോൾ അതും സ്പെസിഫിക് അല്ല. എത്രത്തോളം വലുതാണോ, എത്ര ആയിരിക്കണം വോളിയം, എങ്ങനെയാണ് സ്പെസിഫിക് ആവുന്നത്? അപ്പോൾ ആ സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത് പറയുക M ആണ്, മെഷറബിൾ ആണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം ആ ഒരു ഗോളിനെ. ഉദാഹരണത്തിന് വീടിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മെഷറബിൾ ആയിരിക്കണം. എത്ര സ്ക്വയർ ഫീറ്റ്, അത് മെഷർ ചെയ്യാൻ പറ്റണം. എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കണം. വണ്ടി മേടിക്കുന്നത് എത്ര രൂപയുടെ ബഡ്ജറ്റിലുള്ള വണ്ടിയായിരിക്കണം എന്നുള്ളത്. ബിസിനസ് എത്ര വോളിയം, എത്ര എമൗണ്ടിനുള്ള ടേൺ ഓവറുള്ള കമ്പനി ആയിരിക്കണം എന്ന് തുടങ്ങുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. പിന്നെ വരുന്നത് A ആണ്, അച്ചീവബിൾ. ഇത് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിൽ ഒരു സ്വല്പം കൂടി എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വരും. അത് നമ്മുടെ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിയുടെ കാര്യത്തിലും കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ഇനി നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും അത് അച്ചീവബിൾ ആണോ എന്നുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ ഗോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ പിന്നെ വരുന്ന R ആണ്. R എന്ന് പറയുന്നത് റിയലിസ്റ്റിക്. ഇത് ഒരു സാധ്യത ഉള്ളതാണോ, ഇത് നമ്മൾ വെറുതെ സ്വപ്നം കാണുന്നതാണോ, റിയലിസ്റ്റിക് ആണോ ഇത് അച്ചീവ് ചെയ്യാൻ? അത് നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് റിയലിസ്റ്റിക് ആണോ എന്നുള്ളതാണ് R കൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് ടൈമാണ്. T എന്ന് പറയുന്നത് ടൈം ബൗണ്ട് ആണോ എന്നുള്ളതാണ്. നമ്മൾ എത്ര സമയം കൊണ്ട് വീടുണ്ടാക്കണം എന്ന് പറയുമ്പോൾ എത്ര സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കും, എത്ര നാൾ കൊണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നത് എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. കമ്പനി ഏറ്റവും വലിയ കമ്പനിയാണെന്ന് പറയുന്നത് ഏത് സമയം കൊണ്ട് നമ്മൾ ഏറ്റവും വലിയ കമ്പനിയാകും എന്നുള്ളത്. വിദേശ ടൂർ പറയുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ഏത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു വീടിൻ്റെ കാര്യം എടുത്തിട്ട് ഇത് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എല്ലാം കൂടി SMART. അതായത് എനിക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് എനിക്ക് പണിയേണ്ടത്. അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ 3000 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന സ്ഥലത്താണ് ഞാൻ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര സെൻറ്റ് ഭൂമിയിലാണ് എനിക്കൊരു വീട് പണിയേണ്ടത്. ഭൂമി വാങ്ങിച്ചുകൊണ്ട് പണിയണം. 2025-26 ഡിസംബറിൽ എനിക്ക് ആ വീട് തീർക്കണം. ഇത്രയാണ് എൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയുന്ന അതിൽ സ്പെസിഫിക്കാണ്, അതിൽ മെഷറബിളാണ്, അതിൽ അച്ചീവബിളാണ്. നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക ശേഷി വെച്ചുകൊണ്ട് നമ്മൾ അച്ചീവബിളായിട്ടുള്ള ഒരു നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്. റിയലിസ്റ്റിക്കാണ്, സംഭവിക്കാൻ സാധ്യതകളാണ്, ടൈം ബോണ്ടാണ്, ഇന്ന സമയം കൊണ്ട് തീർക്കണം എന്നുള്ളത്. ഇങ്ങനെ വേണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ. ഇത്തരത്തിലുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ഗോളാണെങ്കിലും, നമ്മൾ ചെറിയ ഷോർട്ട് ടൈം ഗോളാണെങ്കിലും ലോങ് ടൈം ഗോളാണെങ്കിലും ഈ സ്മാർട്ട് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ. വീണ്ടും അടുത്ത ശനിയാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വരും. Till then, keep watching, keep supporting me. Thank you so much.